യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഈ ലോകം വിട്ട് കടന്നു പോവുകയും തുടർന്ന് ആ വളരെ ഹൃദയത്തിൽ ട്രബിൾഡായിട്ടിരിക്കുന്ന, വളരെ കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് പല നിലകളിൽ ആശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അധ്യായം ധ്യാനിച്ചപ്പം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരുക്കിയാൽ നിങ്ങളെയും അവിടെ വന്ന് ചേർത്തുകൊള്ളും എന്ന് പറയുന്നതും, ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഏതാണ് എന്ന് തോമസ് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള പ്രസ്താവന കർത്താവ് പ്രസ്താവിക്കുകയും അതിനേക്കാളും ഉപരിയായിട്ട് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്ന ഫിലിപ്പോസിനോട് പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വളരെ പ്രാധാന്യമേറിയ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് അവിടെ നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ എന്ന് ചോദിക്കുകയും തുടർന്ന് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം അവിടെ കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ നമ്മളെ ഓർപ്പിക്കുകയും സകല ഇതും നമുക്ക് ഉപദേശിച്ചു തരികയും ചെയ്യുന്നതായിട്ടുള്ള പരിശുദ്ധാത്മ, എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ലോകമോ അവനെ അറിയുന്നില്ല. ലോകത്തിന് അവനെ കാണാനും അറിയാനും കഴിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ തനിക്ക് പകരമായിട്ട് ഇനി തൻ്റെ ഭക്തന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ നടത്താനായിട്ട് കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം അവിടെ നൽകുന്നതും എന്ന് മാത്രമല്ല, യൂദാ ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം, വേറെ രണ്ട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാകുന്നു ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നതിനെക്കുറിച്ച്, കാരണം വെറുതെ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയല്ല, അവൻ ആ വചനം പ്രമാണിക്കുന്ന വ്യക്തിക്ക് ആ ദൈവികമായിട്ടുള്ള വലിയൊരു കൂട്ടായ്മയിൽ പിതാവും പുത്രനും അവനോടുകൂടെ വന്ന് വാസം ചെയ്യുകയും തങ്ങളെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും എന്നും പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പ്രായോഗികമായിട്ട് ജയകരമായൊരു ജീവിതം ജീവിക്കാൻ തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ എന്തെല്ലാം നിലകളിലാണ് താൻ കടന്നു പോകുന്ന സമയത്ത് കർത്താവ് അവരെ ആശ്വസിപ്പിച്ചതെന്നും ഇന്ന് പറഞ്ഞേക്കുന്ന ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രാധാന്യമേറിയ നിലയിലാണ് കർത്താവ് അവരെ എൻകറേജ് ചെയ്യുന്നത് എന്നും ഈ വാക്യം വായിക്കുമ്പം തന്നെ, കേൾക്കുമ്പോൾ തന്നെ അത് ഒരു ഹൃദയത്തിൽ വളരെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് പറയുമ്പോൾ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത് എന്ന് കർത്താവ് അവിടെ പറയുമ്പോൾ ഈ ലോകത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള നശ്വരമായ സമാധാനത്തെക്കുറിച്ചും അത് എന്തെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ പ്രോമിസസിനെ ബേസ് ചെയ്തും ലോകത്തിൻ്റെ കാര്യങ്ങളെ ബേസ് ചെയ്തും ഉള്ള ഒരു സമാധാനത്തെക്കുറിച്ച് ആണ് പറയുന്നതെന്നും ആ സമാധാനമെന്ന് പറയുന്നത് സാക്ഷാൽ സമാധാനമല്ല, എന്തെങ്കിലുമൊക്കെ നേരെയാകും, എല്ലാം ശരിയാകും എന്നൊക്കെയുള്ള ശുഭാപ്തി വിശ്വാസത്തിൻ്റെ മീതെ അടിസ്ഥാനപ്പെട്ട ഒരു സമാധാനമാണെന്നും അത്തരം സമാധാനം ഒന്നും മനുഷ്യന് ലഭിക്കുന്നതല്ല എന്നും കർത്താവ് പറഞ്ഞിട്ട് പറയുക. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ പറയും. അത് ലോകം തരുന്നത് പോലെ അല്ല. ഈ സമാധാനം നമ്മളിൽ നിന്ന് എടുത്തു കളയാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ലോകത്തിൽ, ഈ സമാധാനമില്ലാത്ത ലോകത്തിൽ കർത്താവ് തരുന്ന ഒരു ഗോൾഡൻ പ്രോമിസായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക്, കാരണം അവർക്ക് സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു, ഇത്രയും നാൾ കർത്താവ് അവർക്ക് താങ്ങും തണലുമായിട്ട് ഉണ്ടായിരുന്നു. ആ വാഴ്ത്തപ്പെട്ട കർത്താവ് ചില ദിവസങ്ങൾക്ക് അവരിൽ നിന്ന് മാറി നിൽക്കുകയും മാത്രമല്ല ശാരീരികമായിട്ട് ഇനി അവരോട് കൂടെ ഈ ലോകത്തിൽ ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും ചെയ്യുന്നത് കൊണ്ട് വളരെ പ്രത്യേകതയോടുകൂടെ ഞാൻ അവരോട് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഓരോരോ ക്രൈസിസും ഓരോരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പം ഇല്ലാതെ പോകുന്ന, ആവിയായി പോകുന്ന ഒരു സമാധാനത്തെക്കുറിച്ചല്ല,
എല്ലാ ക്രൈസിസിലും അവർക്ക് ഏറ്റവും അവരോട് ക്ലോസ് ആയിരിക്കുന്ന സ്വന്തം കർത്താവ് പോലും ഇന്ന് വരെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ വിട്ടുപിരിയുന്ന ചില ദിവസങ്ങൾ അവിടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അവർക്ക് ആരും അവർക്കില്ലാതെ പോയി എന്ന് തോന്നത്തക്കവണ്ണം ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്നുള്ള പ്രവചനത്തിൽ നടന്നതുപോലെ സംഭവിക്കുന്ന ഓരോ അവരുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വായിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റതും പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ ഓരോരുത്തർ തങ്ങളുടെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് പിന്മാറിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഭാവിയിൽ ഉള്ള ദൈവരാജ്യത്തെക്കുറിച്ചും അത് പ്രസംഗിക്കുന്നതിനെക്കുറിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ കർത്താവ് പറഞ്ഞെങ്കിലും ഈ ഒരു കാഴ്ചപ്പാടിലോ ഈ ഒരു ഡയറക്ഷനിലോ നിൽക്കാൻ കഴിയാതെ ശിഷ്യന്മാർ ആശയില്ലാത്തവരായിട്ട് തീരുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ മുൻകൂട്ടി കർത്താവ് പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. നമ്മൾ ഇന്നലെ ചിന്തിച്ച് ഇരുട്ടിൻ്റെ ഇടനാഴിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കൂരിരുട്ട് നിറഞ്ഞ ആകാശത്ത് നോക്കുമ്പോൾ ഒരു നക്ഷത്രം പോലും കാണാൻ കഴിയാത്ത നിലയിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാനായിട്ടുള്ളത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ പോലും ഇനി ഈ കർത്താവ് പറഞ്ഞ നിലയിൽ മുന്നോട്ട് പോകണ്ട എന്നും അല്ലെങ്കിൽ എന്തിനാണ് ഇനി ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് തിരിച്ച് മീൻ പിടിക്കാൻ പോകുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇതൊക്കെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളാണ്. മനുഷ്യരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അത്തരം ചിന്താഗതികളൊക്കെ ഉണ്ടായെന്ന് വരാം. കർത്താവ് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ട് പോകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് ലോകം തരുന്നത് പോലെയല്ല, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ വിവിധ വാക്യങ്ങൾ എടുത്തിട്ട് ഈ സമാധാനത്തെക്കുറിച്ച് നമ്മളോട് പറയുകയുണ്ട്. കാരണം ഈ സമാധാനം എന്ന് പറയുന്ന കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് റോമർക്കെഴുതുന്ന ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ദൈവദാസൻ കോട്ട് ചെയ്തല്ലോ. അവിടെ നമുക്ക് വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് വായിക്കുന്നു. കാരണം പാപിയായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും ഈ ദൈവസമാധാനം ലഭിക്കാനോ ദൈവത്തിൽ നിന്നുള്ള ഈ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നേരെയാകും, കാര്യങ്ങളൊക്കെ ശരിയാകും, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാകും എന്നൊക്കെ ഒന്നുള്ള സമാധാനമല്ല. ഒരുപക്ഷെ ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹബക്കൂക്കൊക്കെ പറയുന്നത് പോലെ മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകുകയില്ല, അത്തിവൃക്ഷം കായ്ക്കതയില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന പോലെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളോ നാളെ കാര്യങ്ങൾ ബെറ്ററാകും എന്നുള്ളൊരു ചിന്തയിലുള്ള സമാധാനമല്ല, മറിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് എൻ്റെ കർത്താവ് സകലത്തിനും മതിയായവരാണ്, തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാനും താൻ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാനും അവൻ്റെ വചനം നൽകുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ നൽകുന്ന ആ സമാധാനം പ്രാപിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് നമുക്കറിയാം. അതിന് റോമർക്കെഴുതുന്ന ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യം, അതിനു മുമ്പുള്ള അവസ്ഥ ഒരു പാപിയുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള അന്യതാബോധം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു നിലവാരത്തിൽ അവനൊരിക്കലും ഈ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നവനല്ല. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനു മുന്നേയൊക്കെ നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും എനിക്ക് സമാധാനം പ്രാപിക്കാനോ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാനോ ഉള്ള യോഗ്യതയായിട്ട് എനിക്ക് എടുത്തു കാണിക്കാനില്ലെങ്കിൽ പോലും എന്നെ നീതീകരിക്കുകയും എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുകയും എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് കാൽവരിയിൽ ക്രൂശിതനായ യേശു ഉണ്ടെന്നും അത് എൻ്റെ പ്രവൃത്തിയെയോ എൻ്റെ ഇതിനെയോ ആശ്രയിക്കാതെ തന്നെ എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയും അവനിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പകരമായിട്ട് അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപഭാരം നീങ്ങി, പാപത്തിൻ്റെ കുറ്റം നീങ്ങി, പാപത്തിൻ്റെ ശിക്ഷ നീങ്ങി, എൻ്റെ മനസാക്ഷിയിൽ ഇന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസാക്ഷി പോലെ എൻ്റെ മനസാക്ഷി ആക്കി തീർക്കാൻ കഴിയുന്നവനായിട്ടുള്ള കർത്താവ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്നും ഇനി ദുർമനസാക്ഷിയോ കുറ്റബോധമോ പാപബോധമോ നിമിത്തം മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നും എല്ലാ കുറവുകളും എല്ലാ വീഴ്ചകളും എല്ലാ ബലഹീനതകളും ഉള്ള ഒരു വ്യക്തിയായിരിക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നാണ് റോമർക്കെഴുതുന്ന ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്. അത് എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നിത്യമായ ആ പ്രവൃത്തി നിമിത്തം
ആ ഒരിക്കലും അതിൻ്റെ വില ഇടിഞ്ഞു പോകാത്ത അമൂല്യമായിട്ടുള്ള ആ കാൽവരി ക്രൂശിലെ തൻ്റെ മരണനിമിത്തം എനിക്ക് പകരമായിട്ട്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായിട്ട് എൻ്റെ കർത്താവ് ക്രൂശിതനായി കഷ്ടപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നിമിത്തം ആ കർത്താവ് ചെയ്ത ആ പ്രവൃത്തിയുടെ നീതി എൻ്റെ നീതിയായിട്ട് കണക്കിടുകയും അത് ഞാൻ അനുഭവിക്കേണ്ട പാപങ്ങളുടെ ശിക്ഷയായിട്ട് കണക്കാക്കപ്പെടുകയും അങ്ങനെ സൗജന്യമായി എന്നെ പാപത്തിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവം, ഞാൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം, സ്വർഗത്തിൻ്റെ മുന്നിൽ എല്ലാ തിന്മകളും എല്ലാ കുറവുകളും ഉള്ള ഒരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് മരിക്കേണ്ടവനാണെങ്കിലും എന്നാൽ ഇവൻ മരിക്കേണ്ട ആവശ്യമില്ല, ഇവൻ എൻ്റെ പുത്രനായ യേശു ക്രിസ്തു എപ്രകാരം വിശുദ്ധനും നീതിമാനുമായിരിക്കുന്നുവോ അതുപോലെ നീതിമാനായ ഒരു വ്യക്തിയായിട്ട് സ്വർഗം എന്നെ പ്രഖ്യാപിക്കുകയും സ്വർഗം എന്നെ കണക്കാക്കുകയും ചെയ്യുന്ന നിമിഷം, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുകയാണ്. ഇങ്ങനെ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ട്. ആ സമാധാനം ദൈവം തരുന്ന സമാധാനമാണ്. അത് എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഏതെങ്കിലും കാര്യം കൊണ്ടോ അടിസ്ഥാനത്തിൽ ലഭിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഏത് ഉയർച്ച, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏത് ഉയർച്ച താഴ്ചകളിലും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമാധാനമാണ്. ഓർത്താൽ മാത്രം മതി, കർത്താവ് എൻ്റെ സ്വയനീതി കൊണ്ട് നേടിയ സമാധാനമല്ലല്ലോ, നീ എനിക്ക് നൽകിയതാണല്ലോ. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഇന്നും ഉണ്ട്, പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല, എങ്കിലും എൻ്റെ പാപങ്ങൾ മുഴുവൻ നീ ക്ഷമിച്ചു, അത് കടലിലെ ആഴത്തിലേക്ക് ഇട്ടുകളഞ്ഞു, ഇനി അവയെ ഓർക്കയുമില്ല എന്ന് നീ പ്രസ്താവിച്ച ദൈവമാകിയാൽ കർത്താവ്, നീ എനിക്ക് വേണ്ടി ചെയ്ത ആ വലിയ വൻകൃപയോർത്ത്, ആ നൽകിയ സമാധാനം ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നുവെന്നും ഈ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമാധാനമല്ല, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നിടത്തോളം, അവനിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം, അവൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ നിവർത്തിച്ച ഈ പ്രവൃത്തിയെ ഞാൻ ഏറ്റെടുക്കുന്നിടത്തോളം എന്നിൽ നിന്ന് ഈ സമാധാനം ഒരു നിലയിലും ആർക്കും, പിശാചിന് പോലും എടുത്തു കളയാൻ കഴിയുന്ന ഒരു സമാധാനമല്ല എന്ന് ദൈവത്തിന്. വേറൊരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് ഈ പകൽക്കാലം ഓടി വരുന്ന ഒരു ഭാഗം, കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം അതിൻ്റെ 3-ാം അധ്യായം, അതിന് ഉള്ളൊരു വാക്യമാണ് 3:15 വാക്യം. അത് ഞാൻ ഈ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒക്കെ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന വാക്യമാണ്. 3-ാം അധ്യായം 15, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്ന് ആ ദൈവസഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്ന് ആ അവയവങ്ങൾ തമ്മിൽ ചേരേണ്ടതുപോലെ ചേരുകയും ആ ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സമാധാനമാണ്. നമുക്കറിയാം, ശരീരവേദനയൊക്കെ നമുക്ക് വരാറുണ്ട്, ഉളുക്ക് വരും, ഡിസ്ലൊക്കേഷൻ വരും. ഇതൊക്കെ ഈ അവയവങ്ങൾ, ആ ശരീരത്തിൻ്റെ ആ അവയവങ്ങൾ തമ്മിൽ ചേരേണ്ടതുപോലെ ചേരാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ വേദനയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പം നമുക്കത് അറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ചേരേണ്ടതുപോലെ ചേർന്ന് ആ തലയായ ക്രിസ്തുവിനോട് നാം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്ന ഒരനുഭവം. ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റെയിൻ ഇൻ യുവർ ഹാർട്ട്സ്. അത് ഒരു രാജവാഴ്ച നടത്തുന്ന, കേവലം എനിക്ക് സമാധാനം ഉണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവമല്ല. എനിക്ക് ലോകത്തിൽ എന്തൊക്കെ ഇല്ലെങ്കിലും ഈ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് വാഴുന്ന ഒരനുഭവമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനം പ്രോമിസ് ചെയ്യുന്നതായിട്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു, നന്ദിയുള്ളവരായും ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രായോഗികമായിട്ട് ജീവിക്കുമ്പം ഉള്ള ഒരു അനുഭവം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുമ്പം കർത്താവിൻ്റെ ഇത് പറയുന്നത്, ലോകത്തിൽ നമുക്കൊന്നുമില്ല എങ്കിലും ഒരു കാര്യമുണ്ട്, സമാധാനമുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകമൊക്കെ അവർക്ക് ഇല്ലാത്തതിനെക്കുറിച്ചും എങ്ങനെ അതൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ചും അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചും ഒക്കെ ആകുലപ്പെടുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് അത്തരം ചിന്തകളൊന്നുമില്ല. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞപ്പെട്ട വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച്, നീതിമാൻ തുണയില്ലാതിരിക്കുന്ന അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചിരിക്കുവാനായിട്ട്,
അവൻ നമ്മളെ മുഴുവനായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ള പൂർണ്ണമായ ദൈവപരിജ്ഞാനത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട്. അത് സാധാരണഗതിയിൽ ചുറ്റുമുള്ള ഇതൊക്കെ ഇളകിപ്പോകുമ്പം ഈ സമാധാനത്തിനും ഒരു പ്രശ്നമുണ്ട്. ഈ മാനുഷിക സമാധാനമാണെങ്കിൽ അടുത്തിരിക്കുന്ന ചിലർക്ക് സമാധാനം ഇല്ലാതെ പോകുമ്പം താനെ നമ്മുടെ സമാധാനവും ഒന്ന് ഇളകും. എന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച സമാധാനത്തിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ളത് മുഴുവൻ ഇളകിപ്പോയാലും ഇളകാത്ത സമാധാനം. ചില പഴയ ഇംഗ്ലീഷ് ഗാനങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ വരും. ഇത് സകല ഭൂലോകം മാറിപ്പോയാലും മാറാത്ത സമാധാനമാണ് ഈ സമാധാനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കുമ്പോൾ എത്ര വിശിഷ്ടമായ ഒരു സമാധാനത്തിൻ്റെ അനുഭവത്തിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതെന്നും അതിന് കാരണക്കാരൻ നമ്മളല്ല. എന്നാൽ നമ്മളോട് പോലും ചോദിക്കാതെ എനിക്ക് വേണ്ടി തൻ്റെ കർത്താവ് കാൽവരിയിൽ മരിക്കുകയും തൻ്റെ ജീവൻ പകരമായി നൽകുകയും ചെയ്തതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സമാധാനമല്ല, ദൈവം ഇനീഷ്യേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു സമാധാനം, ദൈവം ദാനമായി തന്നിരിക്കുന്ന സമാധാനം, ശത്രുവായിരുന്ന എന്നെ കർത്താവ് മിത്രമായിട്ട് മാറ്റിയത് നിമിത്തം ഉള്ള ഒരു സമാധാനം. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം പഠിച്ച സമയത്ത് പഠിച്ചു. ഈ സമാധാനം എന്നുള്ള വാക്കിൻ്റെ എതിർപദം എന്താണ് എന്ന് പലരും ചിന്തിക്കുമ്പോൾ അത് അസമാധാനം എന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയാം ഇത് യുദ്ധം എന്നുള്ളതാണ്. യുദ്ധവും സമാധാനവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത് പോലെ ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ ദൈവത്തോട് യുദ്ധം ചെയ്യുകയും ദൈവികമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്കും ദൈവികമായ നിയമങ്ങൾക്കും എതിരെ നിന്നിരുന്ന നമ്മെ, ദൈവത്തിൻ്റെ ശത്രുവായിരുന്ന നമ്മെ ദൈവം തമ്പുരാൻ ഏകപക്ഷീയമായിട്ട് മിത്രമായിട്ട് പ്രഖ്യാപിച്ച് മകനായിട്ട് പ്രഖ്യാപിച്ച് നമ്മളെ സ്നേഹിക്കുന്ന അവസ്ഥയ്ക്കാണ് യേശുക്രിസ്തു മുഖാന്തരം ആ ഒരു അവസ്ഥയാണ് സംജാതമായത്. ശത്രുവായിരുന്ന എന്നെ, ദൈവത്തോട് യുദ്ധം ചെയ്യുന്ന എന്നെ, ദൈവത്തിനോടിൻ്റെ എല്ലാ പദ്ധതികൾക്കും എതിരെ നിന്നിരുന്ന എന്നെ, മാനസികമായിട്ട് മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവൻ തന്നോട് നിരപ്പിച്ചു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കും. പ്രിയപ്പെട്ടവരെ, ആ വലിയ സമാധാനത്തിനായിട്ട്, കർത്താവ് നൽകിയ സമാധാനത്തിനായിട്ട് നന്ദിർന്ന ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു. അടുത്തതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഞാൻ പോവുകയും ഞാൻ മടങ്ങി വരികയും ചെയ്തു. പല പ്രാവശ്യം ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഞാൻ പോവുകയും ഞാൻ മടങ്ങി വരികയും ചെയ്യും. നമുക്കറിയാം ചില 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിനുള്ളിൽ കർത്താവ് അവരുടെ അടുക്കൽ മടങ്ങി വന്നു. നമുക്കറിയാം ആ റൂം അടച്ചിരുന്ന എമ്മവൂസിലെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ് അവർക്ക് സമാധാനം നൽകി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ, അവർക്ക് അറിഞ്ഞപ്പോൾ അവർ മടങ്ങി യെരുശലേമിലേക്ക് വന്നപ്പോൾ ഒരു റൂം അടച്ചിരുന്ന് അവിടെ പറയുന്ന ശിഷ്യന്മാരെയാണ്, ഒരു റൂം അടച്ച് ഇരിക്കുന്ന ശിഷ്യന്മാരെയാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെയാണ് കാണുന്നത്. അപ്പോൾ അവരങ്ങനെ ഇരിക്കുമ്പം ആ വാതിലടച്ച് ഇരിക്കുമ്പം ആ വാതിൽ തുറക്കാതെ തന്നെ അവരുടെ മധ്യത്തിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ അടുക്കൽ ഈ കർത്താവ് മടങ്ങി വന്നു. അവരുടെ അടുക്കൽ കർത്താവ് മടങ്ങി വന്നു. നമുക്കറിയാം ലിറ്ററലായിട്ട് കർത്താവിന് മടങ്ങി വരവ് ഈ ഭാവി അനധിവിദൂര ഭാവിയിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണെന്നും നമുക്കറിയാം. ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തതും അവിടെ നമുക്കറിയാം. എന്നിട്ട് പറഞ്ഞേക്കാണ് അതിൻ്റെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 14 തന്നേച്ചു പോകുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. നമ്മളിവിടെ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യം തന്നെയാണ്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കറിയാം പിതാവിനെ കുറിച്ച് പുത്രൻ പിതാവിന് കീഴടങ്ങിയിരുന്നതായിട്ടും അല്ലെങ്കിൽ പിതാവിൻ്റെ ഹിതമനുസരിച്ച് താൻ പ്രവർത്തിച്ചതായിട്ടും, എന്നാൽ പിതാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്യുകയും താൻ നിവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നതായിട്ടുള്ളത്. എന്നാൽ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ ദൈവത്വം തനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് സമത്വമുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൽ എസൻസിൽ ദൈവമായിരുന്ന വ്യക്തി തന്നെയായിരുന്നു യേശു കർത്താവെന്നും ആ ക്രിസ്തുവെന്നും. എന്നാൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് എങ്ങനെയായിരിക്കുമോ അപ്രകാരമാണ് കർത്താവ് തൻ്റെ കൂടുതൽ സമയവും താൻ ജീവിച്ചത്. തൻ്റെ ദൈവത്വം ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തനിക്ക് പ്രിവിലേജ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു നിലയിലല്ല.
എന്ന് പറഞ്ഞതുപോലെ തന്നെ തന്നിൽ തന്നെ ഉണ്ടായിരുന്ന ദൈവിക അധികാരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടല്ല, ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൽ വിശ്വസിച്ച് എങ്ങനെ കീഴടങ്ങിയിരിക്കുമോ അപ്രകാരം ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു കർത്താവെന്നും, കർത്താവിന് ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തനിക്ക് തന്നിൽ തന്നെ ഉണ്ടായിരുന്ന ആ അധികാരവും ക്രെഡൻഷ്യൽസും ഉപയോഗിക്കാതെ തന്നെ താൻ ഈ ലോകത്ത് ജീവിച്ചെന്നും, അതുകൊണ്ട് എപ്പോഴും താനേക്കാൾ വലിയവനാണ് പിതാവ് എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് സംബോധന ചെയ്യുന്നതായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പം കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല, വായിക്കുന്നില്ല. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും പുത്രനെ. അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചു, പുത്രൻ്റെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിതാവിനെ വെളിപ്പെടുത്തുന്നതാ പുത്രൻ. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യം എല്ലാം യഥാസ്ഥാനപ്പെട്ട ശേഷം പുത്രൻ താനും ആ പിതാവിന് കീഴടങ്ങിയിരിക്കും. ദൈവം സകലവുമാകേണ്ടതിന് പുത്രനും അവന് കീഴടങ്ങിയിരിക്കും എന്ന് ദൈവത്തിന് വചനം. അപ്പം ട്രിനിറ്റിയിൽ തന്നെ ദൈവത്തിന് വചനത്തിൽ 17-ാം അധ്യായം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുന്നേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, അപ്പോൾ തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് പറയുകയാണ്, എനിക്ക് ലോകസ്ഥാപനം മുന്നേ എനിക്ക് നിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ ചേർക്കണമേ, മഹത്വപ്പെടുത്തണമേ. അപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് നമ്മൾ പറയുമ്പോഴും ഫങ്ഷണലായിട്ടുള്ള ഒരു സബോർഡിനേഷൻ അതിലുണ്ട് എന്നുള്ള കാര്യവും, ആ സബോർഡിനേഷനിൽ വ്യവസ്ഥയിലാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ പറഞ്ഞതുപോലെ പുത്രനും കീഴടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ, പുത്രൻ ഒരു ചെറിയ ദൈവവും പിതാവ് ഒരു വലിയ ദൈവവും എന്നുള്ള അർത്ഥത്തിലല്ല. ആ ദൈവിക വ്യക്തികൾ തമ്മിൽ തുല്യതയുണ്ട്, സാരാംശത്തിൽ ഒന്നാണ്. എല്ലാ നിലയിലും പിതാവിനുള്ള കഴിവുകളെല്ലാം പുത്രനുണ്ട്. പുത്രനും പിതാവും പൂർണ്ണമായിട്ടുള്ള ഹാർമണിയിലും കോർഡിനേഷനിലുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ 3 വ്യക്തികൾ എന്ന് പറയുമ്പം പരസ്പരം അധികാരത്തിനും അവകാശത്തിനും തീരുമാനമെടുക്കുന്നതിനുമൊക്കെ വേണ്ടി മത്സരിക്കുന്ന 3 വ്യക്തികളല്ല. പൂർണ്ണമായും ഒരു വില്ലുള്ള, ഒരു ഇച്ഛയുള്ള, ഒരു തീരുമാനത്തിൽ ഐക്യതയുള്ള ദൈവിക വ്യക്തിത്വം എന്നുള്ളതാണ് നമ്മൾ തൃത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ തന്നെ ഫങ്ഷണൽ എന്ന് പറയുമ്പം ഇപ്പം അതിന് പറയുന്നത് പല ഉദാഹരണങ്ങൾ പറയാം. ഓരോ കാര്യത്തിനും ഓരോ ഫങ്ഷനുണ്ട്. അപ്പം നമുക്കറിയാം, പുരുഷനും സ്ത്രീയും തുല്യരാ, എല്ലാ നിലയിലും തുല്യരാ. രണ്ടുപേരും ഹോമോസാപ്പിയൻസാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കുമുള്ള ശാരീരിക പ്രകൃതിയും മനസ്സിൻ്റെ ഇതുമൊക്കെ വ്യത്യസ്തമെങ്കിലും അവർക്ക് തുല്യതയുണ്ട്. അപ്പോൾ തന്നെ പറയുക, ഭർത്താവ് ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ തുല്യരാണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടി, കുടുംബത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഫങ്ഷണൽ സബോർഡിനേഷനാണ് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് പഠിത്തം കുറവോ, അല്ലെങ്കിൽ ഒരാൾക്ക് കഴിവ് കുറവോ, അല്ലെങ്കിൽ ഒരാൾ പറയുന്നതെല്ലാം മറ്റേ ആൾ കേട്ടോളണം എന്നുള്ളൊരു നിലയിലല്ല. തുല്യതയുള്ളപ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനും ഫംഗ്ഷന് വേണ്ടി ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അതേ നിലയിലാണ് ഈ പറഞ്ഞേക്കുന്നത്, പുത്രൻ പിതാവിനെ കീഴടങ്ങിയിരിക്കും. പുത്രൻ ഈ ലോകത്തായിരുന്നപ്പോൾ എല്ലാം പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞതിൽ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അത് അങ്ങനെ തന്നെയാണ് എന്ന് പ്രസ്താവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കിയാട്ടെ, അവിടെ നമ്മൾ കാണുന്നത് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് നമ്മൾ വായിക്കുക. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന് കാണുക. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ പിശാച് അവനെ പരീക്ഷിക്കുകയും, എന്നിട്ട് അവിടെ തുടർന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്ന വാക്യം ഇതാണ്, അല്പകാലത്തേക്ക് അവന് വിട്ടുപോയി എന്നാ വായിക്കും. അല്പകാലത്തേക്ക്. അപ്പം പല അവസരങ്ങളിലും നമുക്കറിയാം, ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു സ്ട്രഗിള്, ഫൈനലായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ട് എന്നുള്ളത് അവിടെ ആ വാക്യത്തിൽ തന്നെ നമുക്ക് പ്രീസപ്പോസ്ഡായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ വായിക്കാനിടയായി തീർന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു ന്യായം വിധിക്കപ്പെടാനായിട്ട് പോകുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു ന്യായം വിധിക്കപ്പെടാൻ പോവുകയാണ്. നമുക്കറിയാം, ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തെക്കാൾ ഉന്നതമായിട്ട് തീരാനും അവൻ ദൈവമെന്നറിയപ്പെടാനും ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പിശാചെന്നും, അവൻ്റെ നിഗളം നിമിത്തം അങ്ങനെ ആയിപ്പോയതാണെന്നും അവൻ വീണുപോയ ഒരു ദൂതനാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ
കർത്താവ് അവനെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. അവൻ ന്യായം വിധിക്കപ്പെടുകയും അവൻ എന്നേക്കുമായിട്ട് ആ അഗാധ കൂപത്തിലേക്ക് അവൻ പോവുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം കാണാനായിട്ട് കഴിയും. എന്നാൽ അത് ശിക്ഷ നടപ്പാക്കുന്ന സമയമാണ്. ശിക്ഷ വിധിക്കപ്പെട്ടത് കാൽവരി ക്രൂശിലാണ്. അവൻ്റെ സകല സർവായുധ വർഗങ്ങളും വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കി കർത്താവ് അവനെ ആയുധവർഗം വെപ്പിച്ചത് ആ കാൽവരി ക്രൂശിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ പൈശാചിക ശക്തികൾ പോലും അവർ കീഴടങ്ങാൻ തക്കവണ്ണം കർത്താവ് എല്ലാ പിശാചിൻ്റെ ശക്തിയെയും ജയിച്ചവനാണ്. അവന് ന്യായവിധി നടന്നു കഴിഞ്ഞു, അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാൽവരിയുടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ കാൽവരിയുടെ അതിലേക്ക് സമീപിക്കുന്ന ആ സമയത്ത് പറയുകയാണ്, ഇതാ പിശാച് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഈ പ്രഭു വരുന്നത്. ദൈവദാസൻ പറഞ്ഞ 29 പേരുകളിൽ അവൻ അറിയപ്പെടുന്നു എന്ന് പറയുന്നതിന് ശേഷം ഉള്ള ഒരു പേരാ, അതല്ലെങ്കിൽ അതിലുള്ള ഒരു പേരാണ് ഈ പറയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അവനോട് എനിക്ക് ഒരു കാര്യവുമില്ല. അപ്പം അവന് തൽക്കാലത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം കിട്ടുന്ന ഒരു നാഴിക കടന്നു വരാൻ പോവുക. നമുക്കറിയാം, യൂദാസിനോട് പറഞ്ഞു നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് അവന് ആ അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. അപ്പോൾ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അത് അല്ലെങ്കിൽ അങ്ങനെ നടക്കണമെന്ന് ദൈവഹിതത്താൽ ദൈവത്തിൻ്റെ മുന്നറിവിലും ദൈവത്തിൻ്റെ മുൻനിർണയത്തിലും ഉള്ളതായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഈ ചെയ്യുന്ന മനുഷ്യനും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാരും അവരുടെ സ്വന്തം ഹിതത്തിൽ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ തന്നെ ചെയ്യുന്ന കാര്യം. നമുക്കറിയാം, വിധിച്ച പീലാത്തോസിന് പോലും സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി, ഭാര്യ നീതിമാന്റെ വിഷയത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. എന്നാൽ അവൻ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ അപ്രകാരം ഒരു തീരുമാനമെടുത്തു, അവനെ ക്രൂശിക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പം പീലാത്തോസ് തീരുമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വം പീലാത്തോസിന് തന്നെയാണ്. അതേസമയം അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ സാത്താൻ ഈ നിലകളിൽ പല നിലകളിൽ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനെ ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളയുവാൻ, മരണം മുഖാന്തരം അവനെ മാറ്റിക്കളയുവാൻ അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾ നടക്കാതെ വണ്ണം പിശാച് പരിശ്രമിച്ചെങ്കിലും ആ അവസ്ഥയിലൊക്കെ അവിടെ നിറവേറി വരുന്നത് ദൈവഹിതം തന്നെയാണ് ആത്യന്തികമായിട്ട് നിറവേറി വരുന്നതെന്നും സർവജ്ഞാനിയും എന്നേക്കും ദൈവമായിരിക്കുന്ന സകലത്തെയും നടന്നതുപോലെ അറിയുന്നവനായിട്ടുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പിശാച് ആണ് ഈ കാര്യങ്ങളെ ചെയ്യുന്നെങ്കിൽ തന്നെ അവന് ആ ലിമിറ്റ് വെച്ചിരിക്കുന്നത് വരെയും അവന് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോൾ തന്നെ ആത്യന്തികമായിട്ട് അത് നിറവേറി വരുന്നത് ദൈവഹിതമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ ഇത് ചെയ്യാൻ വേണ്ടി അവനെ ആശ്രയിക്കുകയോ അങ്ങനെ ഒരു അവസ്ഥയിലല്ല, നാച്ചുറലായിട്ട് തന്നെ ഈ കാര്യങ്ങൾ നിറവേറിയതാണ് എന്ന് നിഷ്പക്ഷ ബുദ്ധിയാ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇവിടെ പറയാ, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ ചില കാര്യങ്ങൾ ചെയ്യാനും അവൻ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെയുള്ള നാഴിക വരികയാണ്. എന്നാൽ നമുക്കറിയാം, നമുക്ക് എബ്രായർക്ക് എന്ന ലേഖനത്തിൽ വായിക്കുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി. അപ്പം അന്ന് വരെ അവൻ മരണത്തിൻ്റെ അധികാരിയായിട്ട് ഇരിക്കുക. കാരണം നമുക്കറിയാം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവം മനുഷ്യന് നൽകിയിരുന്ന സകലത്തിൻ്റെ മേലും അവനെ അധിപതിയായിട്ടും എല്ലാറ്റിനും അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് ദൈവം അവനെ നിയമിച്ചെങ്കിലും പിശാച് അവനോട് പറഞ്ഞ ആ നുണയും അല്ലെങ്കിൽ അർത്ഥസത്യങ്ങൾ നിമിത്തം ആ പിശാച് പറഞ്ഞ കാര്യങ്ങളിൽ അവൻ വിശ്വസിക്കാൻ ഇടയായിത്തീരുകയും അവൻ്റെ അധികാരങ്ങളൊക്കെ പിശാചിന് ലഭിച്ച് അവൻ അതുകൊണ്ടാണ് പറയുന്നത്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്, എനിക്കുണ്ട്, അതുകൊണ്ട് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് ലഭിക്കും എന്ന് പറയുന്ന നിലയിൽ മനുഷ്യനെ ചതിച്ച് അവനിലുള്ള അധികാരങ്ങൾ പോലും കവർന്ന ഒരു നിലയിലാണ് പിശാച് ആയിരിക്കുന്നതെന്നും. എന്നാൽ കാൽവരിയിലെ മരണം മുഖാന്തരം മനുഷ്യന് നൽകപ്പെട്ട ആ അധികാരവും മനുഷ്യന് നൽകപ്പെട്ടതായിട്ടുള്ള ദൈവികമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും വീണ്ടെടുത്ത് കർത്താവ് പിശാചിനെ പരാജയപ്പെടുത്തി കാൽവരിയിലെ മരണത്തിലൂടെ, അടക്കത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ കർത്താവ് അതിനെ ജയിച്ചു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാച്, കാരണം അന്ന് വരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്രമാണം അനുസരിച്ച് മനസാക്ഷി അനുസരിച്ചൊക്കെ ആൾക്കാർ കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ആത്യന്തികമായിട്ട് പാപി എന്നുള്ള ഒരു മേലെഴുത്തിനും പാപി എന്നുള്ള ഒരു 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 ഒരു
മേലെഴുത്തിനും മാത്രമല്ല, അങ്ങനെയുള്ള പാപി മരിക്കണമെന്നുള്ള നിത്യമായ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് മരണത്തിലേക്കും ആൾക്കാരെ കൊണ്ടുപോകാൻ തക്കവണ്ണം അവന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇത് കൃപയുടെ യുഗം ഉദിച്ചു കഴിഞ്ഞപ്പോൾ, ഈ കൃപയുടെ സുവിശേഷം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവിടെ നിവർത്തീകരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ പാപങ്ങൾ കടുംചുവപ്പ്, പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാം. നിന്റെ ജീവിതത്തിൽ ഇനി ഒരു കുറവുണ്ടെന്ന് വെച്ചോ, വീഴ്ചയുണ്ടെന്ന് വെച്ചോ, നിനക്ക് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നീതിയോടെ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് വെച്ചോ, അതുപയോഗിച്ച് പിശാചിന് നിന്റെ മനസാക്ഷിയെ വഞ്ചിച്ച്, നിന്റെ മനസാക്ഷിയെ കറപ്റ്റ് ചെയ്ത് മരണത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനുള്ള അധികാരത്തെയാണ് കർത്താവ് തൻ്റെ കാൽവരി മരണത്തിലൂടെ തോൽപ്പിക്കുകയും, ഏത് വ്യക്തിക്കും ഇനി ഞാൻ പാപിയാണ്, ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരാൻ യോഗ്യനല്ല, എൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ദൈവം അവനെ തള്ളിക്കളയുന്നില്ല എന്നും, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും എന്ന് യേശുക്രിസ്തു മുഖാന്തരം കർത്താവ് അരുളി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ദിവ്യമായ രക്ഷ, സൗജന്യമായ രക്ഷ യേശുക്രിസ്തു മുഖാന്തരം ഇതാ ആ വാതിൽ മലക്കെ തുറന്നിട്ടപ്പെട്ടേക്കുക. ഈ ലോകത്തിന് അതൊരു നാരോ ഇതായിട്ടേ കാണത്തുള്ളൂ. എന്നാൽ ഏത് വിശ്വസിക്കുന്ന ഏവരും തൻ്റെ പുത്രൻ മുഖാന്തരം പ്രായശ്ചിത്തമായിട്ട് തീരുവാൻ തക്കവണ്ണം ആ കർത്താവിനെ പരസ്യമായി നിർത്തി, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് പോലെ, ആ പാപത്തിനും മരണത്തിനും മനുഷ്യന്റെ മേലുള്ള അധികാരത്തെ തൻ്റെ മരണത്തിലൂടെ കർത്താവ് നീക്കിക്കളഞ്ഞു എന്ന മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് പിശാചിനെ മാറ്റി ഇന്ന് മരണം ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ഒരു ബ്ലസ്സഡ് അനുഭവമായിട്ട് തീരത്തക്കവണ്ണം ആ മരണത്തെ കർത്താവ് വീണ്ടെടുത്തു. മരണത്തെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് നോ ലോങ്ങർ അത് ഇനി ഒരു ബാഡായിട്ടുള്ള അനുഭവമല്ല. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് പ്രത്യാശ നിറഞ്ഞ ഒരു അനുഭവമാക്കി അത് കർത്താവ് മാറ്റുകയും, ആ ക്രിസ്തു ആയിരിക്കുന്ന പോലെ തന്നെ നമുക്കുമായി തീരാൻ കഴിയും എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരനുഭവമാക്കി അത് മാറ്റുക ചെയ്തു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനോട് എനിക്കൊരു കാര്യവുമില്ല എന്ന് പറയുകയും, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ, എഴുന്നേൽപ്പിൽ നാം പോകാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവ് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു രക്ഷ ഇനി ലോകത്തിലുള്ള ഏത് മാർഗം, ഏത് തന്ത്രം പിശാച് ഉപയോഗിച്ചാലും ഇനി മരണത്തിലേക്ക് മനുഷ്യനെ വലിച്ചിടാൻ കഴിയാതെ വണ്ണമുള്ള ഉപാധിയില്ലാതെ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയത്തക്കവണ്ണം ഈ സുവിശേഷം എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ആർക്കും, ലോകത്തിലുള്ള ഏതു മനുഷ്യനും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവീക വാതിലാണ്, കൃപയുടെ വാതിലാണ്. അതോർത്ത് ആ ദിവ്യ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല, എൻ്റെ സമാധാനം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം, സമാധാനത്തിൽ വാഴാം. തൻ്റെ രക്തമുഖാന്തരം സൗജന്യമായി നൽകിയ ഈ സമാധാനത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കഴിവിലും ശ്രേഷ്ഠതയിലും നോക്കി ഈ സമാധാനം ഭഞ്ജിക്കപ്പെടാനിടയായിത്തീരാതെ ദൈവകൃപയിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.